ഇന്ന് ഈവനിങ്ങിൽ നല്ല മത്തിയാട്ടോ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മീൻ നറുക്കാന്ന്. അങ്ങനെ മീൻ നിറച്ചത് എന്ന് പറയും, മീനട എന്ന് പറയും, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കുക, എന്നിട്ട് അത് അരച്ചെടുക്കണം. ആദ്യത്തെ പണി അതാണ് കേട്ടോ. അത് അരച്ചെടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുക്കുക കേട്ടോ. പിന്നീട് വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ വേണം. ഞാനിവിടെ ഒരു മുറി തേങ്ങ, അതായത് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ആ തേങ്ങക്ക് ഒരു ഉള്ളി, അതായത് മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി വേണം. പിന്നെ ഇതാ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ഇടാം. അങ്ങനെ ഒരുപാട് എരിവാക്കണ്ട, കുട്ടികളൊക്കെ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ അതും എടുത്ത് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് പിന്നെ ഒരു സ്പൂണ് പെരിഞ്ജീരകം കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. പഠിച്ചോനെ പറയാൻ മറന്നുപോയി, നമ്മൾ അരി അരക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയണ്ട, കുറച്ചൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മളിതാ തേങ്ങയും അതുപോലെ തന്നെ തേങ്ങ അത്യാവശ്യം ഒന്ന് അരയണം കേട്ടോ. എന്നിട്ട് അരച്ചിട്ട് എടുക്കുക. കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് പിന്നെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഈ അരക്കുമ്പം തന്നെ ഇടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ആ അരീൻ്റെ കൂടെ തന്നെ അരിഞ്ഞോളുമല്ലോ. പിന്നെ ഇതാ എന്നിട്ട് അത് അരച്ചിട്ട് നമുക്കത് നമ്മൾ അരി ഒഴിച്ച് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഈ മത്തി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഇഷ്ടം. കാരണം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ആ മത്തി വരട്ടിയെടുത്തിട്ട് അതാണ് ഏറ്റവും രസം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളാരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്നിട്ട് ഞാനിതാ തേങ്ങ മൊത്തത്തിലൊന്ന് കഴുകിയിട്ടൊക്കെ ഒഴിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടതാണ്. പിന്നെ ഒഴിക്കാം, അതിനനുസരിച്ചിട്ട് പൊടി ചേർക്കുമ്പോൾ അങ്ങനെ ഇതായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് കറിവേപ്പില ഒക്കെ ഇടാം. ഞാനിപ്പോൾ മല്ലിച്ചപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കറിവേപ്പില ഇല്ലായിട്ട് കേട്ടോ. കറിവേപ്പില വാങ്ങിയതില്ല, പിന്നെ നമ്മളെ അടുത്തുള്ളതാണെങ്കിൽ വാടിപ്പോയിന്, അതുകൊണ്ടാണ്. അപ്പം മല്ലിച്ചപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കറിവേപ്പിലും കൂടി ഇടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല, മീൻ മസാല, കുരുമുളക് പൊടി, പിന്നെ അത് മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൈയോടെ തന്നെ മിക്സാക്കിക്കോട്ടെ, അതാണ് അതിൻ്റെ എല്ലാവരും ടേസ്റ്റ്. നമ്മളെ കൈൻ്റെ ടേസ്റ്റും കൂടി വരും. കൈപ്പുണ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതന്നെ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെവീസ് പത്തിരിപ്പൊടിയാണ്. പിന്നെ കാവേരി പത്തിരിപ്പൊടിയും കൂടി നല്ല പത്തിരിപ്പൊടി കേട്ടോ. ഭയങ്കര ഈച്ച ശല്യമാണ്, അതാണ് ഞാൻ മിനിറ്റിന് തുടച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ തുടച്ചിട്ടില്ലെങ്കിൽ ഈച്ചനെ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു കളിയാണ് കളിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അതിൻ്റെ ഇനിയിപ്പോൾ ഇതാ അരി കുഴച്ചെടുക്കണം. അരി കുഴക്കുന്നല്ല, അതിൻ്റെ ചുറ്റുപാട് ഈ അവസ്ഥയായിരിക്കും. ഫുള്ള് പൊടി തെറിച്ചിട്ടുണ്ടാവും ഞാൻ അരി കുഴച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇനി ആവശ്യത്തിന് ആ വെള്ളത്തിനനുസരിച്ചിട്ട് പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് കല്ലുമ്മക്കായ്ക്ക് ഇതേ കൂട്ടാട്ടോ കൂട്ടൽ. പിന്നെ ഇതുപോലെയാണ് മാവ് ഉണ്ടാക്കൽ. പിന്നെ പക്ഷേ ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് ഒരുപാടങ്ങ് അയഞ്ഞു പോകരുത്, അതുപോലെ ഒരുപാടങ്ങ് മുറുങ്ങിപ്പോകരുത്. നമ്മൾ ഈ ഒറോട്ടിക്ക് അല്ലെങ്കിൽ നെയ്പ്പത്തിലിനൊക്കെ കൂട്ടുന്ന ആ ഒരു അയവില്ലേ, അത്ര വേണം. പിന്നെ മത്തി വരട്ടാനുള്ള മസാല ഇട്ടാക്കുന്നത്. ഉള്ളിയും തക്കാളിയും പുളിവെള്ളവും പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടത്, പിന്നെ മല്ലിച്ചപ്പ് എല്ലാം ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ഇതുപോലെ നമ്പി വെക്കുക. എന്നിട്ട് അതിലേക്ക് മത്തി ഇട്ട് കൊടുക്കുക. പിന്നെ മത്തി വരട്ടുമ്പോൾ എന്തായാലും കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇത്താത്തൻ്റെ അടുത്ത് പോയിട്ട് കറിവേപ്പില എടുത്ത് കൊണ്ടാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കല്ലുപ്പ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പാകുമ്പോൾ കുറച്ച് ഇതായിട്ട് പിടിച്ചോളും. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. അധികം എന്ന് വെച്ചാൽ ആ മീനിനൊക്കെ പിടിക്കണ്ടേ, അതിനുള്ള ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി, ഗരം മസാല, മീൻ മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി വെക്കുക. കൈയോടെ തന്നെ നന്നായിട്ട് മിക്സാക്കി വെക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അടുപ്പത്തട വെച്ച് കൊടുക്കുക. അടച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ വെള്ളം കയറ്റുന്നില്ല. ആ പുളിവെള്ളം ഒഴിച്ചതും പിന്നെ കുറച്ചൊരു വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഓവർ തീയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. എന്നിട്ട് നമ്മളെ മീനിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി, പിന്നെ മസാലയും ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെ തിളച്ച് വരും. നല്ല വറ്റിച്ച് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിനി അരിയും മീനും ഒക്കെ സൈഡാക്കിയിട്ട് ഇനി വാഴയിലെടുക്കണം. വാഴയിലെടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം.
പണ്ട് ഉമ്മ ഇതങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഉമ്മയല്ല എങ്ങനെ ഇതൊക്കെ പഠിച്ചേ എന്നെല്ലാം വിചാരിക്കും. പക്ഷേങ്കിൽ ഇതാ ഓരോ സമയത്തുമ്പോൾ നമ്മളും പഠിക്കും. ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ മീനിൻ്റെ മസാല ഉമ്മയായിട്ട് ഉണ്ടാക്കിന്. അത് ഉമ്മ ഉണ്ടാക്കിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഉമ്മാനെ കൊണ്ട് തന്നെ ആക്കിച്ചാണ്. പിന്നെ അരി മൊത്തം അതിൻ്റെ പണി മൊത്തം ഞാൻ തന്നെ എടുത്തിന്. പിന്നെ ഇപ്പോൾ ഇടിയും മഴയൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഈ ഇടിയൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയായിട്ട് ഉമ്മനെ കെട്ടിപ്പിടിക്കും. പക്ഷേ ഇപ്പം നമ്മളെ മക്കൾ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഇടിയുമൊക്കെ ഇടിക്കുമ്പോൾ അപ്പോൾ നമ്മളെ പേടി എവിടെയാണ് പോയേ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ഞാൻ ചിന്തിക്കും കേട്ടോ. അതൊക്കെയാണ് ഞാൻ എന്താ ഇനിയിപ്പോൾ നമ്മളെ മീനടയിലേക്ക് വരാം. മീൻ കുറച്ച് ചാറ് വെച്ച് കൊടുക്കുക, ഒരു മത്തി വെച്ച് കൊടുക്കുക, എന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് വന്നേ കൊണ്ടുവന്നത്. ഇനി കുറച്ചും കൂടി അരിയും മത്തിയൊക്കെ ബാക്കിയുണ്ട്, അത് സെക്കൻഡ് ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കുത്തി നിറച്ചിട്ട് വേവിക്കണ്ട. കുറച്ചൊരു 10-12 നമ്മളെ തട്ട് പോലെ, അതായത് ആവിത്തട്ട് പോലെ നമുക്ക് വെച്ച് കൊടുക്കുക. വേണ്ടിയതാ ഒരു 10 അല്ലെങ്കിൽ 1/4 മണിക്കൂർ വെച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് വെന്ത് വരാൻ. എന്നിട്ടിതാ വായരൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ പാടിയിട്ട് എൻ്റെ ഉമ്മ വായിന്ന് വെള്ളം ഊറുന്നുണ്ട് പറയുമ്പം തന്നെ. അപ്പോൾ നമ്മൾ മീനട റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല അടിപൊളിയായിട്ട് കഴിക്കുക, വയറ് നിറച്ചും കഴിക്കുക. അപ്പോൾ ശരി എന്നാൽ.